പ്രോഗ്രാം ഒരു ഈവനിങ് പ്രോഗ്രാമായിട്ട് ക്രമീകരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കരയിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ വളരെ കഠിനമാണ്. നമ്മളിപ്പോഴും അതിന്റെ ഏറ്റവും കാഠിന്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് പ്രധാനമായിട്ടും ഒരു സന്ധ്യാസമയത്തെ പരിപാടിയെ കുറിച്ചുള്ള ആലോചന വന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സുന്ദരവും മനോഹരവും സന്ധ്യയിലെ പ്രോഗ്രാം ആകുന്നു എന്നുള്ളത് ഈ ഒരു കൂടിയരവിന്റെ അനുഭവം നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ സാധാരണ BBS പകൽ സമയങ്ങളിൽ സമാപിക്കുന്ന പതിവാണ് നമുക്ക് ഉള്ളത് എങ്കിലും ഈ പ്രാവശ്യത്തെ BBS എങ്ങനെ ആയി എന്നുള്ളത് ഈ ഒരു കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന് മുഖാന്തരമായി ഓർത്ത് വീണ്ടും സ്തുതിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം നമ്മൾ ഇടവാംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട സജീവ് ബാബു അച്ഛനുണ്ട്. ഈ 9 ദിവസങ്ങളിൽ വളരെ അനുഗ്രഹീതമായ രീതിയിൽ BBSന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജോബിൻ സാറ്, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഷിൻഡോ ടീച്ചർ, സ്നേഹമുള്ള പ്രിയപ്പെട്ട അധ്യാപകർ, ഈ വെക്കേഷൻ ബൈബിൾ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വോളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, ഇന്ന് കടന്നു വന്ന മാതാപിതാക്കൾ, ഇടവക ജനങ്ങൾ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ 9 ദിവസങ്ങള് കൂടി വന്നതിന്റെ ഒരു റിസൾട്ടാണ് ഇന്ന് കാണുവാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങുന്നത്. പ്രാർത്ഥനാ ഗാനത്തോടുകൂടെ നമ്മളെ പ്രോഗ്രാം ആരംഭിച്ചു. ഇനി വ്യത്യസ്തങ്ങളായിരിക്കുന്ന പ്രോഗ്രാമുകൾ BBS എപ്പോഴും സുന്ദരമായ ലോകമേ സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന തലമുറ അതിന്റെ ഭാഗമായി തീർന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ഒരു ബാല്യകാലം രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നടത്തുന്ന ഈ വെക്കേഷൻ അവധി സമയത്തുള്ള ഈ BBS പ്രോഗ്രാം എന്ന് പറയുന്നത്. ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിച്ചറിയാം, രാവിലെ അവർ സ്കൂളിൽ പോകുന്നതിനേക്കാൾ വലിയ താല്പര്യത്തോടാണ് ഓരോ ദിവസവും BBSന് വരാനൊക്കെയാണ് അവർ ശ്രമിക്കുന്നത്. അത് വെറുതെ അല്ല, അതിനൊത്തിരി കാരണങ്ങളുണ്ട്. സ്കൂളിൽ പോയാൽ അവർക്ക് അധ്യാപകമായ വഴക്ക്, എംപോസിഷൻ അല്ലെങ്കിൽ ഫൈൻ, പല കാര്യങ്ങളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീവിതം അങ്ങ് തുറന്നു വിട്ടൊരു അനുഭവമാണ് അല്ലെ. പാട്ട് പാടാം, ഡാൻസ് ചെയ്യാം, കഥകൾ കേൾക്കാം, ഗെയിം കളിക്കാം, നല്ല ഭക്ഷണം കഴിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഒരു സന്തോഷകരമായ അനുഭവമാണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ക്രിസ്തുവുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇതെപ്പോഴും ജീവിതത്തിൽ ഓർമ്മയിൽ നിൽക്കേണ്ട കാര്യമാണ്. നമ്മുടെ എത്ര മുതിർന്നാലും നമ്മുടെയൊക്കെ മനസ്സിൽ പച്ചപ്പ് പിടിച്ച് നിൽക്കുന്ന ഒരനുഭവം BBSന്റെ അനുഭവം എന്ന് പറയാം. ഈ പ്രാവശ്യത്തെ വിഷയം നമുക്കറിയാം, GoPro. ഇപ്പൊ എല്ലാവരും ഷോർട്ട് ഫോമിൽ എല്ലാം കോഡ് കാണിട്ടോ അല്ലെ. ഇപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ വീട്ടിൽ ഇരുന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു കോഡ് ഭാഷ അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ ആണ് ഈ പ്രാവശ്യത്തെ BBSന്റെ തീം സെറ്റ് ചെയ്തത്. കാരണം പുതിയ ജനറേഷനോടൊപ്പം യാത്ര ചെയ്യണമല്ലോ. അപ്പോൾ അതുകൂടാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന് നിർവചനമുണ്ട്, വിപുലീകരണമുണ്ട്. GoPro എന്ന് പറയുമ്പോൾ ഗോ പ്രൊവിഷൻഡ് ആണ്, സമർത്ഥരായി തീരുക എന്നുള്ളതാണ് മലയാളത്തിൽ അതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചില മേഖലയിലൊക്കെ സമർത്ഥരാണ്. ചിലർ സ്പോർട്സിൽ സമർത്ഥരാണ്, ചിലർ പാട്ട് പാടാൻ സമർത്ഥരാണ്, ചിലർ പ്രസംഗിക്കാൻ സമർത്ഥരാണ്. ഓരോ മേഖലയിലും. എന്നാൽ അത് നല്ലതാണ്. അതിനോടൊപ്പം തന്നെ ഈ വെക്കേഷൻ ബൈബിൾ സ്കൂളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാമർഥ്യം എന്ന് പറയുന്നത് നന്മ ചെയ്യുന്നതിൽ കുഞ്ഞുങ്ങൾ സമർത്ഥരായി തീരുക, സ്നേഹിക്കുന്നതിൽ സമർത്ഥരായി തീരുക, ക്ഷമിക്കുന്നതിൽ സമർത്ഥരായി തീരുക, കരുണ പ്രവർത്തിക്കുന്നതിലും വാത്സല്യം കാണിക്കുന്നതിലും കരുതൽ കാണിക്കുന്നതിലും നല്ല സ്മാർട്ട് കുഞ്ഞുങ്ങളായിട്ട് മാറണം അല്ലെ. അപ്പോഴാണ് നമ്മൾ വേദപുസ്തക പ്രകാരമുള്ള സാമർഥ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് മാറുന്നത് എന്നുള്ളതാണ് ഈ നാളുകളിലെ ഈ 9 ദിവസങ്ങളിലെ BBSന്റെ അനുഭവം നമ്മളെ പഠിപ്പിച്ചത്. അത് ഏറ്റവും സന്തോഷകരമായ അനുഭവം. അങ്ങനെ നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാവശ്യം നമുക്ക് ദൈവകൃപയാൽ സൺഡേ സ്കൂൾ സമാജത്തിൽ നിന്ന് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള 2 ലീഡേഴ്സിനെയാണ് നമുക്ക് കിട്ടിയത്. രണ്ടുപേരും ഈ BBS ഒക്കെ എടുത്ത ദീർഘവർഷങ്ങൾ പരിചയമുള്ള ആളാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയിലും ആരാധന മധ്യ പള്ളിയിൽ പറഞ്ഞ കാര്യമാണ്. രണ്ടുപേരും അധ്യാപകരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അത് വലിയൊരു മുതൽക്കൂട്ടാണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അധ്യാപകരാകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒരു കഴിവും സ്കില്ലും ഒക്കെ ദൈവം അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടിച്ചേർന്ന് അവരുടെ അനുഭവസമ്പത്ത് കൂട്ടിച്ചേർന്ന് വളരെ ആത്മാർത്ഥമായിട്ട് വളരെ സമർപ്പിതരായിട്ട് അവർ ഈ ദിവസങ്ങളുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി അവരെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ദൈവത്തിന്റെ കരങ്ങളിൽ അവരേറ്റവും പ്രയോജനമുള്ളവരായി തീരട്ടെ. ജോബിൻ സാറിനും ഷിൻഡോ ടീച്ചറിനും നമ്മളൊരു നിറഞ്ഞ കൈയ്യടി കൊടുത്താട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സാറിനോടും ടീച്ചറിനോടുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. എന്ന് വളരെയധികം മാതാപിതാക്കള് നമ്മുടെ ഇടവക ജനങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം തീർച്ചയായിട്ടും സന്തോഷം നൽകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, പ്രോത്സാഹനം, നിങ്ങളുടെ സഹകരണങ്ങളൊക്കെയാണ് ഈ ദിവസങ്ങൾക്ക് ഭംഗിയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നത്. ആ ദിവസം എല്ലാവരും ഇതിന് സംബന്ധിക്കണം. സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് ഭക്ഷണ കൂട്ടായ്മയും കഴിഞ്ഞ് മാത്രമേ
എല്ലാവരും മടങ്ങിപ്പോകാമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഇതിന് പിന്നിൽ സംഘാടകരായിട്ട് പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ഉണ്ട്. ഇതിന്റെ കൺവീനേഴ്സായിട്ട് പ്രവർത്തിച്ച റോയി മാത്യു, സന്തോഷ് തോമസ് ജോൺ, വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ടവര്, ഇതിന്റെ പിന്നിൽ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ ദിവസവും ക്ലാസ്സുകൾ എടുത്ത പ്രിയപ്പെട്ട വിദ്യാഭ്യാസത്തിന്റെ അധ്യാപകർ. അത് മാത്രമല്ല, ഇത് സൺഡേ സ്കൂളിന്റെ വാർഷിക ദിനം കൂടെ. അതുകൊണ്ട് സൺഡേ സ്കൂളിന്റെ അധ്യാപകരും ഹെഡ് മാസ്റ്ററും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെല്ലാം നമ്മളോട് ചേർന്നുണ്ട്. അവർ ഇന്ന് മാത്രമല്ല, ഈ ദിവസങ്ങളിലെല്ലാം സൺഡേ സ്കൂളിലെ ഒരു ശക്തമായ ടീം സപ്പോർട്ട് നമ്മുടെ BBS-നുണ്ടായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് മാത്രമല്ല, ഇന്ന് നമുക്ക് ഒരു യാത്രയും പ്രോഗ്രാം കൂടെ ഉണ്ട്. ദീർഘനാളുകൾ നമ്മുടെ സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായിട്ട് 7 നിർവഹിച്ച പ്രിയപ്പെട്ട ശ്രീ ജോസഫ് ടി.എ, പ്രിയപ്പെട്ട ജോസഫ് ടി.എ സാറ് സജീവ സേവനത്തിൽ നിന്ന് ഈ ചുമതലയിൽ നിന്ന് വിരമിക്കുകയാണ്. അവരുടെ സൺഡേ സ്കൂളിന്റെ ആദരവും നമ്മൾ ഈ മീറ്റിങ്ങിനോട് ചേർന്ന് നൽകുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം ഇന്നത്തെ എല്ലാ പ്രോഗ്രാമുകളും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.